ചിത്ര നക്ഷത്രക്കാളെ റൂളിംഗ് പ്ലാനറ്റ് മാർസ് ആണ്, അതായത് ചൊവ്വ. സിമ്പിൾ ആർക്കിടെക്റ്റാണ്, ഡിസൈനറാണ്. നിങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കണം എന്നൊരു സ്ട്രോങ് ഡിസൈർ. പകുതി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതെന്തായാലും സഹിക്കില്ല. ഒരു ഔട്ട്സൈഡ് കാം ആയിരിക്കും, പക്ഷേ ഇൻസൈഡ് ഒരു റെസ്റ്റ്ലെസ് മൈൻഡ് ആയിരിക്കും. എപ്പോഴും പണിയെടുക്കണ ഒരു മൈൻഡ് തന്നെയായിരിക്കും. ലീഡർഷിപ്പ്, ഒരു പ്ലാനിങ് എബിലിറ്റി എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതുപോലെ സ്വന്തം വഴി പോകുന്നവരാണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് തിങ്കേഴ്സാണ്. അതുകൊണ്ട് ആരുടെ മുന്നിൽ അങ്ങനെ താഴെ നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഇമോഷണൽ സൈഡിൽ ഒരു കാര്യം ഓപ്പണായിട്ട് പറയില്ല. അത്രയും വിശ്വാസമുള്ളവരോട് തന്നെ കൂടുതലും പറയുള്ളൂ. വല്ല വേദനയൊക്കെ വന്നാൽ ഉള്ളിൽ എന്തായാലും സൂക്ഷിക്കും. ഒരിക്കൽ ട്രസ്റ്റ് പോയാൽ തിരിച്ചു വരാൻ നല്ല സമയം വേണം. എനിക്ക് ആരുടെ സഹായം വേണ്ട, അതിൻ്റെ ആറ്റിറ്റ്യൂഡ് നന്നായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഒറ്റപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. 2025 ചിത്ര നക്ഷത്രക്കാർക്ക് പ്രഷർ ഉണ്ടായിരുന്നു. ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ഇയർ ഉണ്ടായിരുന്നു. ഒരു കരിയറിൽ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി വന്നു, വർക്ക് പ്രഷർ വന്നു. ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത് എന്നൊരു ഫീലിങ്സ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾക്കുണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൽ ഈഗോ ക്ലാഷ് ഉണ്ടായി, ഡിസ്റ്റൻസ് ഉണ്ടായി. ചിലത് വേണച്ചാൽ കയ്യുന്നേ പോയിട്ടുണ്ടാവും. കാണാൻ പറയത്ത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ വിട്ടിട്ട് എന്തായാലും പോയിട്ടുണ്ടാവും. ഇനി ഒരിക്കലും വരാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനെയുള്ളത് എന്തായാലും കഴിഞ്ഞ നവംബറിലായിരിക്കും കൂടുതലും സംഭവിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ ഒക്ടോബർ നവംബർ ആ മാസത്തിലായിരിക്കും കൂടുതലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ ഇൻകം ഉണ്ടായിരുന്നു, പക്ഷേ സേവിങ്സ് കൺട്രോളും ഇല്ല. പെട്ടെന്ന് എക്സ്പെൻസ് നന്നായിട്ട് വന്നു. 2025 സ്ട്രെങ്ത് എന്തായാലും ടെക്സ്റ്റൻ്റെ ആയിരുന്നു. മെൻ്റലി ടഫായവർ എന്തായാലും അതിൽ സർവൈവ് ചെയ്തിട്ടുണ്ടാവും. 2026 ചിത്ര നക്ഷത്രക്കാർക്ക് ഓവറാൾ നോക്കുകയാണെങ്കിൽ റീബിൽഡ് പ്ലസ് റൈസ് ഇയർ ആണ്. ലൈഫ് സ്ലോലി കുറച്ച് സ്റ്റേബിൾ ആവും, റെക്കഗ്നിഷൻ കിട്ടും, ഇമോഷണലി കുറച്ച് മെച്യൂരിറ്റി വരും, ലോങ് ടേം ഡിസിഷൻ എന്തായാലും സെറ്റ് ചെയ്യും. 2026 ചിത്ര നക്ഷത്രക്കാർ ജനുവരിയിൽ മൈൻഡ് കൺഫ്യൂഷൻ ആയിരിക്കും. ഓൾഡ് ഇഷ്യൂ ഒക്കെ റീവിസിറ്റ് ചെയ്യും. റിലേഷൻഷിപ്പിൽ സൈലൻസ് ആയിരിക്കും, ഓവർ തിങ്കിങ് ആയിരിക്കും. ഒന്ന് റിയാക്ട് ചെയ്യാണ്ട് ഒബ്സർവ് ചെയ്യുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഫെബ്രുവരി മാസത്തിൽ കരിയറിൽ ക്ലാരിറ്റി എന്തായാലും സ്റ്റാർട്ടാവും. പുതിയ റെസ്പോൺസിബിലിറ്റി എന്തായാലും പുതിയ പ്ലാനും ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. മണി എന്തായാലും ഫ്ലോ സ്റ്റഡി തന്നെയായിരിക്കും. പ്രണയത്തിൽ സ്മാൾ ടോക്ക് നല്ലതാണ്, അത് നല്ലൊരു ബോണ്ടിങ് എന്തായാലും കിട്ടും. മാർച്ച് മാസത്തിൽ കോൺഫിഡൻസ് എന്തായാലും ബൂസ്റ്റ് ചെയ്യും. ഇൻ്റർവ്യൂ, എക്സാം, പ്രസൻറ്റേഷനൊക്കെ എന്തായാലും നല്ല രീതിയിൽ സക്സസ് ആവും. ഫിനാൻഷ്യൽ റിലീഫ്, ഈഗോ കൺട്രോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വേണം. ഏപ്രിൽ മാസത്തിൽ ട്രാവൽ, റീലൊക്കേഷൻ ചാൻസ് ഒക്കെ നല്ല രീതിയിലുണ്ട്. കരിയറിൽ എന്തായാലും ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ എന്തായാലും. റിലേഷൻഷിപ്പ് ടെസ്റ്റ് മന്താണ്. റിലേഷൻഷിപ്പിൽ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഒരു ബോധ്യം വരും. അതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കും മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ളത്. മെയ് മാസത്തിൽ ഇമോഷണൽ ഹീലിംഗ് ആണ്. ഓൾഡ് റിലേഷൻഷിപ്പ് വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അതിനൊരു ബൗണ്ടറി വെക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ കുറച്ച് സെൽഫിഷ് ആവുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ആദ്യം തന്നെ മുന്നോട്ട് പറയുക. ക്രിയേറ്റീവ് എനർജി ഹൈ ആയിരിക്കും. സൈഡ് ഇൻകം ചാൻസും ഉണ്ട്. ജൂൺ മാസത്തിൽ വർക്ക് പ്രഷർ ഉണ്ടാവും, പക്ഷേ റിസൾട്ട് എന്തായാലും കാണുന്നുണ്ട്. അതോറിറ്റീസ്, മുകളിലെ ആൾക്കാരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. നിങ്ങളെ ഒന്ന് പേഴ്സണലി നിരീക്ഷിക്കുകയും ചെയ്യും. ഹെൽത്തിൽ സ്ലീപ്പ് ആൻഡ് ഹെഡ് ഏക്ക് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജൂലൈ മാസത്തിൽ മണി എന്തായാലും ഇൻഫ്ലോ ഇമ്പ്രൂവ് ആവും. പെൻഡിങ് പേയ്മെൻറ്റ് എന്തായാലും ക്ലിയർ ആവും. റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരു സ്റ്റേബിൾ സ്പേസും ഉണ്ടാവും. അതെന്നാലും സ്റ്റാർട്ടും ചെയ്യും. ഓഗസ്റ്റ് മാസത്തിൽ ഒരു പെട്ടെന്നുള്ളൊരു ചേഞ്ച് എന്തായാലും ഉണ്ടാവും. ജോബ്, പ്രോജക്റ്റ്, ലൊക്കേഷൻ എന്നിവയിലൊക്കെ ഒരു റീസെറ്റ് ചേഞ്ച് ഉണ്ടാവും. അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അക്സെപ്റ്റ് ചെയ്യാണ്ട് അടികൂടിയിട്ട് ഒരു കാര്യമില്ല. മിക്കവാറും ജോലി പോകാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക്. സെപ്റ്റംബർ മാസത്തിൽ ഒരു റെക്കഗ്നിഷൻ എന്താണ്, ഒരു അപ്രിസിയേഷൻ, പ്രൊമോഷൻ, സക്സസ് ഒക്കെ എന്തായാലും ഉണ്ടാവും. ജോലി പോവാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സെൽഫ് റെസ്പെക്റ്റ് ഇൻക്രീസ് എന്തായാലും ഉണ്ടാവും. ഒക്ടോബർ മാസത്തിൽ ഇമോഷണലി കാമായിട്ടിരിക്കുക. ഫാമിലി സപ്പോർട്ട് ഉണ്ടാവും. പ്രണയം കുറച്ച് പെയിൻഫുള്ളായിരിക്കും. കമ്മിറ്റ്മെൻറ്റിന് എന്തായാലും നല്ല തന്നെയായിരിക്കും, പക്ഷേ പെയിൻഫുൾ മന്ത് തന്നെയായിരിക്കും.
നവംബർ മാസത്തിൽ ഫൈനാൻഷ്യൽ എന്തായാലും പീക്കായിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് ആസറ്റ് പ്ലാനിംഗ് ഒക്കെ നല്ല രീതിയിൽ ഫേവറബിൾ ആയിരിക്കും. കോൺഫിഡൻസ് നല്ല രീതിയിൽ കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഡിസംബർ മാസത്തിൽ ഒരു നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മന്താണ്. ഈ ഇയർ ഞാൻ നല്ല രീതിയിൽ മാനേജ് ചെയ്തു എന്ന ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. 2026 പ്രണയത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഇമോഷണൽ കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും. സെക്കൻഡ് ഹാഫിലാണ് സ്റ്റേബിൾ ബോണ്ടിങ് ഉണ്ടാവുക. ഇല്ലെങ്കിൽ അതെന്തായാലും അവസാനിപ്പിച്ചിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. സിംഗിൾ ആയവർക്ക് ഒരു സീരിയസ് കണക്ഷൻ എന്തായാലും ഉണ്ടാവും. ഒരു മിഡ് ഇയർ കഴിഞ്ഞിട്ടൊക്കെ എന്തായാലും ഉണ്ടാവുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് പ്രണയം വരുന്നത് അവരെ കൺട്രോൾ ചെയ്യാണ്ടിരിക്കുമ്പോഴായിരിക്കും. നിങ്ങളുടെ ആവശ്യത്തിന് അവരെ കൺട്രോൾ ചെയ്താൽ പ്രണയം ഉണ്ടാവില്ല. 2026 ഡിസൈൻ, ആർക്കിടെക്ചർ, IT, ടെക്നിക്കൽ റോൾസ്, മാനേജ്മെൻറ്റ്, ക്രിയേറ്റീവ് ബിസിനസ്സിനൊക്കെ നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇയറാണ്. ഏപ്രിൽ ഓഗസ്റ്റ് മാസത്തിനിടയിലൊക്കെ ജോബ് ചേഞ്ച് ചെയ്യാനോ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാനോ സാധ്യതയുണ്ട്. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ സ്ലോ സ്റ്റാർട്ടാണ്, പക്ഷേ സ്ട്രോങ് ഫിനിഷ് തന്നെയാണ്. ലോൺ ഒരിക്കലും ജൂണിന് മുമ്പ് നിങ്ങൾ എടുക്കരുത്, കാരണം അത് പ്രശ്നമാവും. അതുപോലെ സെപ്റ്റംബർ മാസത്തിൽ അസറ്റുകൾ വാങ്ങി വെക്കുകയാണെങ്കിൽ അതെന്തായാലും ഭാവിയിൽ നല്ല ഗുണം ചെയ്യും. ആരോഗ്യപരമായിട്ട് സ്ട്രെസ്സാണ് നന്നായിട്ട് കാണുന്നത്. മാർച്ച് മാസത്തിലാണ് കൂടുതൽ സ്ട്രെസ്സ് കാണുന്നത്. മെഡിറ്റേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് ഇമ്പ്രൂവ് ആവും. ഫിസിക്കൽ ആക്ടിവിറ്റി നല്ലതാണ്.